ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തൺ ഇനം ആലപ്പുഴ സ്വാഗതം അറിയിക്കുകയാണ്. എന്നെ ചാർജ് ചെയ്യേണ്ട ഓട്ടം മത്സരം ഓടിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും കൂടുതൽ ഓടിയിട്ടില്ല. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ബീച്ചിന്റെ ആ ഒരു ഏരിയ ആയിട്ട് തന്നെ പറയാം ഗൈസ്. ഇല്ലം റിസോർട്ടിലാണ് ഗൈസ്. ഓക്കെ, ബീച്ചല്ലേ പിന്നെ അടുത്ത പോണത് അത് ഗൈസ്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ സംഭവം എന്ന് പറയുകയാണെങ്കിൽ എന്തുവാ എന്ത് സംഭവം എന്തുവാ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അതെ ഗൈസ്. അപ്പൊ അതിന് മുന്നേ ഞങ്ങള് മോർണിംഗ് എത്തിയ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ ചിന്ത കണ്ടിട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ നമ്മള് ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ആലപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡില് കംപ്ലൂസ് നാരങ്ങയുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും വെവ്വേറെ ഇതാണല്ലോ പറയുന്നത്. നമ്മളവിടെ അല്ലി നാരങ്ങ എന്ന് പറയും. നിങ്ങൾ അവിടെ എന്തുവാ പറയുന്നത് കമന്റ് ചെയ്യുക ഗൈസ്. ഇക്കാന്റെ അവിടെ ഇത് എന്താ പറയുന്നത്? അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെല്ലണം. അപ്പൊ നമ്മള് ഇവിടെ പോകുന്ന വഴി ആലപ്പുഴ എന്റെ വീട്ടിലും കേറി. ഇവിടെ മച്ചാൻ ഒന്നിന്റെ സൈക്കിളൊക്കെ എടുത്ത് എന്താ ബ്രോ ഗൈസ്, ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ദേശീയ വണ്ടിയാ സൈക്കിൾ. ആടെ പോകുന്നു. മറ്റേ സിനിമയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ ആട്ടിയായിട്ട് ഓടിക്കുന്നത്. ആ രീതിയിൽ ഓടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓടിക്കാൻ പറ്റത്തുള്ളത് ഇങ്ങനത്തെ ഹാൻഡിലാണ്. അടിപൊളി സാധനം. ഒന്നിന്റെ സൈക്കിൾ എന്തിനു പോക്കുവാന്നറിയാ. പിന്നെ പറക്കാം. ഇത്ത വരുന്ന ഇത്താക്കും ഇക്കാക്കും കൂടി ഒരു പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. അതെ അതെ, കിളിയേ അന്ന കിളിയേ. അതില്ല അത് അതെ ട്രിപ്പിൾസ് അടിക്കാൻ പറ്റത്തില്ല ഇവിടെ വീഡിയോയില്. ഹെൽമെറ്റ് വെച്ചോളാ, ഹെൽമെറ്റ് വെച്ചോളാ. വണ്ടി ഓടിക്കാൻ ഹെൽമെറ്റ് വെച്ചിട്ടേ പാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നൈസായിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തറവാട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. തറവാട് റെസ്റ്റോറന്റ്. എന്തായാലും ഇവിടുത്തെ മെയിൻ ഡിഷസ് വരട്ടെ. ആലപ്പുഴയിലെ ഫുഡ് നിങ്ങൾ നേരത്തെ കഴിച്ചിട്ടുള്ളല്ലേ? കള്ളത്തരം പറയല്ലേ, കള്ളത്തരം. അതൊരു വലിയ കഥയാണ്. അത് പിന്നെ പറയാം. ഫുഡൊക്കെ വന്നു. ആദ്യം തന്നെ കടാന്ന് ഇവിടെ കപ്പ, ഇത് പ്രോൺസ് റോസ്റ്റ്, കള്ളപ്പം, ഇത് കേര, കൊമ്പാച്ചന്റെ ഫേവറേറ്റ് കൊഴുവ. പക്ഷെ കൊമ്പാച്ചിന് ഫേവറേറ്റ് ആണല്ലോ, കൊമ്പാച്ചിന് മാത്രമല്ല. കൊഴുവ തിന്നു നോക്ക്, എങ്ങനെയാണെന്ന്. കൊള്ളാ? ഇഷ്ടപ്പെട്ടാ? ഇനി വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ. ഇനി വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്നാ ചേച്ചി വെച്ച് കഴിച്ചാ മതി, നിങ്ങൾ കഴിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മള് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ മെയിൻ സാധനം കരിമീൻ. ഇത് പൊള്ളിച്ച കരിമീൻ ഗീസ്. ഓർമ്മ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എത്ര ടേസ്റ്റ് ചെയ്താ? അതെ, കഴിക്ക്. ഇഷ്ടപ്പെട്ടാ? എടി ഇനി ഇംഗ്ലീഷ് ഒന്നും ആലപ്പുഴ വേണ്ട കേട്ടോ. ഞാനൊരു ചെറിയ ഇംഗ്ലീഷ് ചൂടോടെ കഴിക്കണം. കരിമീനാണ്. എടാ മനുഷ്യ, നിങ്ങൾ വേണമെങ്കിൽ തിന്നിട്ട് സംസാരിക്കാം. തിന്നത്തും ഇല്ല അത്. ഓക്കെ, അത് ഞങ്ങളിവിടെ മീൻ പൊള്ളിച്ചതും ഇതെല്ലാം അടിപൊളിയാന്ന് പറയുമ്പോ ഒരാൾ അവിടെ സാമ്പാറ്, പപ്പടം, ചോറ്, തോരൻ അടിപൊളിയാന്ന് നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു കരിമീനെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. മീൽസും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ ചെല്ലുമ്പം ബീഫ് മാത്രമേ കൊള്ളാന്ന് പറയത്തുള്ളൂ. ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ്. അത് സമ്മതിച്ചത് അടിപൊളിയായിരുന്നു. ശരി, അതെ ഞാൻ എന്തായാലും പിടിച്ചാ പറയും. ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു കഴിച്ചത്. അതിന് നിങ്ങൾ എന്തോ കഴിച്ചേ? മീൽസ് കഴിച്ച് ചോറും. എന്റെ പൊന്നെ, ഓരോ നാട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഊക്കുന്നോണ്ട് എന്റെ നാട്ടിൽ വരുമ്പോ ഇങ്ങനെ അങ്ങനെ രീതിയിൽ സംസാരിക്കുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തിക്കണം.
ഗൈസ് അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. അതെ പിന്നെ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോൺ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട്. ആൻഡ് ഇതിപ്പോ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലും പിന്നെ അത്ലറ്റിക്കോ ഡി ആലപ്പി. നമുക്ക് ആദ്യം തന്നെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി രജിസ്റ്റർ ചെയ്യണം അല്ലേ? 3 കിലോമീറ്റർ ഓടി ആദ്യം കയറുന്നതിന് എന്തോ പ്രൈസ് പൂള് 800 റുപ്പീസ് എങ്ങാണ്ടുണ്ട്. മാത്രമല്ല 5 കിലോമീറ്ററിന്റെ 10 കിലോമീറ്ററിന്റെ പ്രൈസ് പൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് സെറ്റ് ആക്കാണ്. അപ്പം മാറിയിട്ട് ഹായ് ചേട്ടാ, പേരെന്തായിരുന്നു? ഓക്കെ, ഈ പരിപാടി ആദ്യമായിട്ടാണോ? അല്ല, ഇത് ഞങ്ങൾ നാലാമത്തെ പ്രാവശ്യമാണ്. രജിസ്ട്രേഷൻ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു? രജിസ്ട്രേഷൻ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ. ഇവരെല്ലാവരും അതിൽ പുറകിലാണല്ലേ? ഫാമിലി മെമ്പേഴ്സ്, ലേഡീസ് ഇതിന്റെ പുറകിലാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെക്കാട്ടി ആളുണ്ടോ? കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഒത്തിരി കൂടുതലുണ്ട് ഈ പ്രാവശ്യം. ഒരേ പ്രാവശ്യം കൂടി വരുവാണോ? കൂടി വരികയാണ്. ഞങ്ങളുടെ 5K 10K റണ്ണേഴ്സ് കണ്ടമാനം കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒരു ഊർജ്ജത്തിൽ നിൽക്കുകയാണ്, ആവേശത്തിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ആവേശത്തോടെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പൊ പരിപാടി നമുക്ക് കണ്ടുനോക്കാം. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മള് ഡ്രസ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഓടാൻ റെഡിയല്ലേ? ഗൈസ് ഇതാണ് ഡ്രസ്സ്. എല്ലാരും ഇതുവരെയാണ് ഇട്ടിരിക്കുന്നത്. ഗൈസ് ഓടി എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെയും കൂടി ഓടിയതേ ഉള്ളൂ. നാളെ ഒരു മാച്ച് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ ഓടണ്ടേ? കൊമ്പാച്ചൻ ഇന്നലെ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ കൊമ്പാച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇടുക്കിന്ന് ഓടിയാ വീട്ടിൽ പോകുന്നതാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഓടി വീട്ടിലല്ല കോളേജിൽ പോകുന്നത്. എന്തായാലും ബീച്ച് എത്തി ഗൈസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലും ഓടിയാലിപ്പോഴേ കുറെ ആൾക്കാരുണ്ട്. ഫുൾ ആൾക്കാരാണ് ഇവിടെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതിന് മാത്രം. പ്രൈസ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കാണുമല്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അളിഞ്ഞ് പുഴുത്ത് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഓട്ടമാണ് ഗൈസ്. ചാലു ചേട്ടാ, ലാസ്റ്റ് എപ്പോഴാ ഓടിയേ? ഞാനോ ഓടിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും കൂടുതൽ ഇപ്പൊ ഓടിയിട്ടില്ല അടുത്തെങ്ങാനും. ഈ വയറിൽ വെച്ച് ഓടിയ ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ വയറിലെന്ന് വിചാരിക്കും, പക്ഷെ ഇങ്ങനെ നല്ല വയറാണ് കേട്ടോ. മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമായിട്ടുള്ള ബീച്ച് മാരത്തണിന് ഈ ആലപ്പുഴ ബീച്ച് സ്വാഗതമരുളുകയാണ്. ഈ ബീച്ചിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വാമപ്പിനായി സൂംബയ്ക്ക് എല്ലാവരും അണിനിരക്കേണ്ടതാണ്. കൊമ്പാച്ചന്റെ സാധനം സൂംബ ഡാൻസ്. ഇന്ത്യയിൽ തന്നെ പരിപാടിയുടെ മൊത്തത്തിൽ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആരുടെ ഒന്ന് ചോദിക്കണം. അതെ ഗൈസ്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് തന്നെ മെഡിക്കൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇനി അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം ഇവിടെ മെഡിക്കൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ സംഭവം 3 ഇതാ ഉള്ളത്. 3K 5K 10K. 3Kയുടെ സ്റ്റാർട്ട് ഇവിടുന്ന, 5K and 10Kയുടെ സ്റ്റാർട്ട് അവിടുന്ന. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റ് ഇത് തന്നെയാണ്. ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് ഇവിടെ ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആരെങ്കിലും കണ്ടുപിടിച്ച് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. നിങ്ങൾ പ്ലെയർ ആണല്ലേ? അത്ലറ്റിക് ആണല്ലേ? അനീസ്. ഏത് കോളേജ്? SB ചങ്ങനാശ്ശേരി. ഓക്കെ. ആദ്യമായിട്ടാണ് ഇത് പങ്കെടുക്കുന്നത്. മൂന്നാമത്തെ വട്ടം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ 5K ആണ് ഞാൻ റേസ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയിട്ട് തിരിച്ച് വരുവാ. അങ്ങ് അറ്റത്ത് പോയിട്ട് വരണം. ഇവിടുന്ന് അവിടെ ഒരു യൂട്ടേൺ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കറങ്ങി തിരിച്ചു വിടുക. പ്രൈസ് പൂള് അങ്ങനെ കാര്യങ്ങൾ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ അല്ലേ? എമൗണ്ട് 5 ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ റണ്ണറപ്പിന് ഉണ്ടെന്ന് പറയുന്നത്, അത് അത്രയും അറിയില്ല. നമ്മള് എന്തായാലും സൂംബ ഡാൻസ് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സൂംബയ്ക്ക് പോകുന്നു. ഞങ്ങളുടെയും അവിടെ ഉള്ളവരുടെയും സൂംബ ക്ലാസ് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മുടെ സൂംബേന്റെ ഇടയിൽ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ പറ? ഹരിറാം. എവിടെ വീട്? എവിടെ? പാലക്കാടാണ് വീട്. അപ്പൊ പാലക്കാട് നിന്ന് ആലപ്പുഴ വരെ ഓടാൻ വന്ന് ഗൈസ്. ഓക്കെ, 5K അല്ലേ? അല്ല, എത്ര പ്രാവശ്യം ഓടിയിട്ടുണ്ട് ഇവൻ ഇതിന്? അപ്പൊ അവിടെയൊക്കെ ഓടിയ ഇത് എത്ര കിലോമീറ്റേഴ്സ്? 5K. 8K. എന്റെ ഏജ് എത്രയാ? 18. ക്രൈസ് ആയിട്ട് ഇതായിട്ട് നടക്കുന്നതാണോ? ആണല്ലേ? നിനക്ക് അപ്പൊ അത്ലറ്റിക് സ്പോർട്സ് കൗൺസിൽ അങ്ങനെ നോക്കിക്കൂടായിരുന്നോ? നോക്കിയില്ല? അച്ഛൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടോ അല്ലേ? അതോടൊപ്പം ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഇത്രേ ഉള്ളൂ. 5K കപ്പടിക്കുക, അടിച്ചോളിക്കുക. പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻ. എവിടെയും പോയി കപ്പ് ഇത് ചെയ്തിട്ടുണ്ടോ?
പ്രൈസ് അടിച്ചില്ല. ടോപ്പ് 10 വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അടിക്കുന്നേ. അതെ വെറുതെ വീട്ടിലിരിക്കാതെ നിങ്ങൾ ഇറങ്ങി ഓടൂ. പേരെന്താ? കപ്പടിക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ അപ്പൊ എന്തായാലും ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കാണാൻ കഴിച്ചു. മാരത്തോണിന് തുടങ്ങുന്നതിന് മുന്നേ ഒരു മാങ്ങ കളിക്ക് മുന്നേ ഉള്ള കളിക്കില്ലല്ലോ, ഓട്ടത്തിന് മുന്നേ നമ്മള് മോര് കുടിച്ചിട്ട് ഓടാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയാ. അച്ചാർ ഇട്ടിട്ടുണ്ടോ? ഇഞ്ചിയും മറ്റേ മുളകും എല്ലാം ചതച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും എന്റെ സാധനം വരുന്നേ ഉള്ളു, കുടിച്ചിട്ട് കാണാം. മോര് കുടിച്ച് കഴിഞ്ഞപ്പോ 500 കിലോമീറ്റർ ഓടാനുള്ള സ്റ്റാമിന കിട്ടി. ശ്രീ വേണുഗോപാൽ സാറാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പൊ വന്നിട്ടുണ്ട്. പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ 10 കിലോമീറ്ററിനാണ് ഫസ്റ്റ് നടക്കുന്നത്. ഇതാണ് ഗൈസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നോക്കാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ആദ്യത്തെ 10Kയുടെ ഓട്ടം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ 10Kയുടെ ഫസ്റ്റ് ഓടിയെത്തിയ ആളെ കണ്ടിട്ടുണ്ട്. പേരെന്താ ബ്രോ? നബീൽ. സ്ഥലം എവിടാ? കോഴിക്കോട്. വേറെ ഇവന്റ്സ് ഇതേപോലെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണോ? രാവിലെ തെരേസറൺ ഉണ്ടായിരുന്നു. ഓക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രൈസ് ഓ സീൻ. അവിടുന്ന് ഓടിയിട്ടാണ് പിന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് ഓടി 10K. ഓക്കെ എനിവേ കൺഗ്രാറ്റ്സ് ബ്രോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസിന് മെഡൽ. എന്തായാലും 10K സെക്കൻഡിനെ കണ്ടിട്ടുണ്ട്. പേരെന്താ ബ്രോ? വിഷ്ണു. സ്ഥലം എവിടാ? നിങ്ങൾ വേറെ ഇവന്റ്സിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? കൺഗ്രാറ്റ്സ് ബ്രോ. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് ഇവിടുന്ന്. കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ആദ്യ വഴി കിടക്കും ആണല്ലേ? ഏജില് ഫസ്റ്റ്. ഓ ഓക്കെ ഓക്കെ. ഏജ് കാറ്റഗറി വെച്ചാണല്ലോ ഇവിടുന്ന്. ആ ഓ ഒരു റൂമിൽ വർക്കൗട്ട് ചെയ്തു. ഞാൻ വയനാടാ, പുള്ളി കോഴിക്കോട്. പുള്ളി മറ്റേ സ്റ്റേറ്റ് റെക്കോർഡ് ഹോൾഡറാണ്. 5ഉം 10ഉം റെക്കോർഡ് ഹോൾഡർ പുള്ളിന്റെ പേരില്. ഓ സീൻ. നിങ്ങളുടെ ഓട്ടക്കാരും ചാട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇനി ബാക്കി പരിപാടികളൊക്കെ ഇവിടെ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പരിപാടി കാണാം. എന്തായാലും ഞങ്ങൾ ഓടി ക്ഷീണിച്ച് തളർന്ന് ഇനി എന്തായാലും കഴിക്കുന്ന ഫുഡ് സെക്ഷനിലേക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട് ഫുഡ് സെക്ഷൻ. ചിക്കൻ ബിരിയാണി ഉണ്ട്, അച്ചാറ്, സാലഡ്. ഇവിടെയും ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. പൊറോട്ട, പാലപ്പം, പിന്നെ ലൈവ് പാലപ്പം ഉണ്ടാക്കുന്ന സ്ഥലം ഗൈസ്. വെജ്. ആ ഓക്കെ. അത് വെജ് കൗണ്ടറാ കേട്ടോ. കൊമ്പാച്ചിനപ്പോൾ ഇവിടെ നിന്നായിരിക്കുമല്ലോ തിന്നുന്നേ. പിന്നെ കൊമ്പാച്ചിന് മീറ്റ് നോൺ വെജ് തിന്നണ ഇഷ്ടമല്ലല്ലോ. ഓ അതുകൊണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ ഐസ്ക്രീം ഡെസേർട്ട് സെക്ഷൻ ആണ് ഗൈസ്. അപ്പൊ കഴിക്കാം ഗൈസ്. ഞങ്ങളെല്ലാം കാണിച്ചു തന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി കഴിക്കുന്ന കൂടി കാണിച്ചു തരാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് കാണാം. സോ ഗൈസ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അല്ലേ കൊള്ളാവാ? ഫുഡ് എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും ഡാൻസ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അപ്പൊ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ ഗൈസ്. അപ്പൊ ഇനി എന്തായാലും ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് ബൂട്ട് ക്യാമ്പിലെത്തി. അവിടുന്ന് ബാക്കി ക്ലിപ്സും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ഫോൺ ഓഫ് ആയി. രാവിലെ തൊട്ട് നമ്മൾ അവിടെ നിന്ന് ഫോണില് വീഡിയോസും കാര്യങ്ങളും എടുത്തപ്പോഴത്തേക്കും ഫോണെല്ലാം ഫുള്ള് ഓഫായി. പിന്നെ അവിടുന്ന് ഓർഡർ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഓർഡർ എടുക്കാന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ ഗൈസ്. ലവ് യു ഓൾ. ടാറ്റാ.